എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടമുണ്ടടാ രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ? ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തും പറമ്പത്തും ഒക്കെ അവളും ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശിന് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്നോട് ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ വരാൻ. സുബ്ര കടയിൽ നോക്കിക്കൊള്ളേ. എന്താ പ്രഭേട്ട പറഞ്ഞതിലെന്തെങ്കിലും? ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് 2 തരാൻ വേണ്ടി കൊണ്ടുവന്നു. എടാ പോത്തെ, രാധയെ കല്യാണം കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ പ്രഭേട്ടനോട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഞാൻ ബുക്ക് സ്റ്റാളിൽ വിടാം. വേണ്ട വേണ്ട, കോൾപ്പാടം കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നീ വിട്ടോ. എന്ന് നീ അങ്ങനെ തീരുമാനിച്ച ബാക്കിയുള്ളവരെന്താ എസ് ചേരണോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി, അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ന്യായം പറയച്ച ആർക്കും ഒരു അർഹതയില്ല. ഒക്കെ രാമകൃഷ്ണന്റെ മുതലാ. അതെ, നിന്റെ അച്ഛന്റെയും വെല്ലിച്ചന്റെയും കൊടനായിക മൂലം തറവാട് ജപ്തി ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോ കടങ്ങൾ മുഴുവൻ തീർത്ത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് എന്റെ അനിയൻ രാമകൃഷ്ണൻ.